വെൽക്കം ബാക്ക് മൈ ഡിയർ സ്റ്റുഡൻസ് ആൻഡ് ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഒരു ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കഴിഞ്ഞ ക്ലാസ് 23ാമത്തെ ക്ലാസ് കാണാത്തവർ അത് നിർബന്ധമായിട്ടും കാണുക. അതിനുശേഷം ഇതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് വരിക. കാരണം അതിൻ്റെ അകത്തുള്ള വിവരങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരുന്നാൽ മാത്രമേ ഇനി പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ താഴെ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ പ്രീവിയസ് വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് പ്രീവിയസ് വീഡിയോ കാണുക. അതിനുശേഷം ഈ വീഡിയോ കാണുന്നതാണ് കൂടുതൽ ഉചിതം. എങ്കിൽ മാത്രമേ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവുകയുള്ളൂ. നമുക്ക് അക്കൗണ്ടൻസിയുടെയോ ബിസിനസ് സ്റ്റഡീസിൻ്റെയോ നോട്ട്സ്, വീഡിയോസ് എന്നിവ ആവശ്യമുണ്ടെങ്കിൽ www.manojmelekandi.blogspot.com സന്ദർശിക്കുക. ഇനി നമുക്ക് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ തയ്യാറാക്കാം എന്ന് നമുക്ക് നോക്കാം. പ്രിപ്പറേഷൻ ഓഫ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ആഫ്റ്റർ ഐഡൻറ്റിഫൈങ് ദി കോസസ് ഓഫ് ഡിഫറൻസ്, ദി റീകൺസിലിയേഷൻ മേ ബി ഡൺ ഇൻ ദി ഫോളോയിങ് 2 ways. First, preparation of bank reconciliation statement without adjusting cash book balance. Second, preparation of bank reconciliation statement after adjusting cash book balance. ക്യാഷ് ബുക്ക് ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്യാതെ തന്നെ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നതും, അതുപോലെ ക്യാഷ് ബുക്ക് ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുക. ഈ 2 തരത്തിലാണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നത്. അപ്പോൾ ക്യാഷ് ബുക്കിൽ എന്തെങ്കിലും തെറ്റുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകളും മറ്റുമൊക്കെ തിരുത്തിയതിന് ശേഷം ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കാം. അല്ലെങ്കിൽ തെറ്റുകൾ തിരുത്തുന്നതിന് മുന്നേയും ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കാം. നോക്കാം. പ്രിപ്പറേഷൻ ഓഫ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് വിത്തൗട്ട് അഡ്ജസ്റ്റിംഗ് ക്യാഷ് ബുക്ക് ബാലൻസ്. ഇപ്പോൾ പ്രിപ്പറേഷന് മുന്നേ 1-2 കാര്യങ്ങൾ കൂടി നമുക്ക് അറിഞ്ഞിരിക്കണം. നമ്മുടെ ബിസിനസ് ബാങ്കിൽ എത്ര തുകയാണോ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്, ആ ഡെപ്പോസിറ്റ് ചെയ്ത അത്രയും തുക നമ്മൾ പിൻവലിക്കുന്നില്ല. ബാങ്കിൽ ബാലൻസ് ആയിട്ട് എമൗണ്ട് കാണുന്നുണ്ട്. അങ്ങനെ 100 രൂപ ഡെപ്പോസിറ്റ് ചെയ്യും, നമ്മൾ പിൻവലിച്ചത് 60 രൂപയും മാത്രമാണെന്ന് വിചാരിക്കുക. അപ്പം 40 രൂപ നമുക്ക് ബാലൻസ് ആയിട്ടുണ്ടാവും. ഇങ്ങനെ കാണുന്ന ഈ ബാലൻസിനെയാണ് നമ്മൾ പറയുന്നത് ഫേവറബിൾ ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ഓർ ഫേവറബിൾ ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് എന്ന് പറയും. അങ്ങനെ അക്കൗണ്ടിൽ ഫേവറബിൾ ബാലൻസ് ആണെങ്കിൽ നമുക്ക് പറയാം ഡെബിറ്റ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് എന്ന് പറയാം, അല്ലെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് എന്ന് പറയും. ഇപ്പോൾ ക്യാഷ് ബുക്ക് പ്രകാരം ഡെബിറ്റ് ബാലൻസ് ആണെന്ന് പറയും, പക്ഷെ പാസ്ബുക്ക് പ്രകാരം ക്രെഡിറ്റ് ബാലൻസ് എന്നാണ് പറയുക. അപ്പോൾ നമ്മുടെ ക്യാഷ് ബുക്കിൽ ബാങ്ക് കോളത്തിൽ ഡെബിറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ ബാങ്ക് പാസ്ബുക്കിൽ ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പം നമ്മൾ ക്രെഡിറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ ബാങ്കിൽ പാസ്ബുക്കിൽ ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്യുക. അത് കൃത്യമായിട്ട് ഓർമ്മയിൽ ഉണ്ടാവണം. അതുപോലെ തന്നെ നമ്മൾ എത്ര പൈസയാണോ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തത് അതിനേക്കാൾ കൂടുതൽ തുക ബാങ്കിൽ നിന്ന് പിൻവലിക്കുകയാണെങ്കിൽ, എക്സാമ്പിൾ 100 രൂപ നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്തു, 120 രൂപ നമ്മൾ ബാങ്കിൽ നിന്നും പിൻവലിച്ചു. അങ്ങനെ കൂടുതൽ തുക ബാങ്കിൽ നിന്ന് പിൻവലിക്കുകയാണെങ്കിൽ അതിനാണ് പറയുന്നത് അൺഫേവറബിൾ ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ഓർ അൺഫേവറബിൾ ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിറ്റ് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ഓർ ഡെബിറ്റ് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് എന്നാണ് പറയുക. അപ്പോൾ കൂടുതൽ തുക പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ ക്യാഷ് ബുക്കിൽ അതിന് ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും, പാസ്ബുക്കിൽ ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. അങ്ങനെ കൂടുതൽ തുക പിൻവലിച്ചു കഴിഞ്ഞാൽ അതിനെയാണ് പറയുന്നത് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ എത്ര തുകയാണോ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തത് ആ ഡെപ്പോസിറ്റ് ചെയ്ത തുകയേക്കാൾ കൂടുതൽ തുക നമ്മൾ പിൻവലിക്കുകയാണെങ്കിൽ അത് കൂടുതലായിട്ട് പിൻവലിച്ച തുകയാണ് നമ്മൾ പറയുന്നത് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. നോക്കാം. വെൻ ദി ഡെപ്പോസിറ്റ്സ് മെയ്ഡ് ബൈ ദി ഫേം ആർ more than its withdrawals, it indicates the favorable balance as per cash book or favorable balance as per the passbook. It means a debit balance as per cash book or credit balance as per passbook. When the firm withdraws money more than its deposit, it indicates the unfavorable balance as per cash book or
unfavorable balance as per the passbook. It means a credit balance as per cash book or debit balance as per passbook. When a firm withdraws money more than its deposit, it is called bank overdraft. When money is withdrawn from the bank debits the account of the customer. ബാങ്കിൽ നിന്ന് പൈസ പിൻവലിക്കുമ്പോൾ ബാങ്ക് നമ്മുടെ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ ബാങ്ക് നമ്മുടെ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ അതിനർത്ഥം നമ്മുടെ ബാങ്ക് ബാലൻസ് കുറയുന്നു എന്നാണ്. ബാങ്ക് നമ്മുടെ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ അതിനർത്ഥം നമ്മുടെ ബാങ്ക് ബാലൻസ് കൂടുന്നു എന്നാണ് അർത്ഥം. അത് പ്രത്യേകം ഓർത്ത് വെക്കണം. കാരണം ചിലപ്പോൾ ഡെബിറ്റ് ചെയ്തു ക്രെഡിറ്റ് ചെയ്തു എന്ന് മാത്രമാണ് ക്വസ്റ്റ്യനിൽ പറയാം. അപ്പോൾ ഡെബിറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ അക്കൗണ്ട് ബാലൻസ് കുറയുന്നു, ക്രെഡിറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മുടെ അക്കൗണ്ട് ബാലൻസ് കൂടുകയാണ് ചെയ്യുക. ഇനി നമുക്ക് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഫോർമാറ്റ് നോക്കാം. ഇതാണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഫോർമാറ്റ്. അതിൽ നമ്പർ, പർട്ടിക്കുലേഴ്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊക്കെ ഐറ്റമാണോ ആഡ് ചെയ്യേണ്ടത് അതിനൊരു കോളം, ഏതൊക്കെ ഐറ്റമാണോ ഡിഡക്റ്റ് ചെയ്യേണ്ടത് അതിന് മറ്റൊരു കോളം. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ക്യാഷ് ബുക്ക് പ്രകാരമുള്ള ബാങ്ക് ബാലൻസ് അല്ലെങ്കിൽ പാസ്ബുക്ക് പ്രകാരമുള്ള ബാങ്ക് ബാലൻസ്. അപ്പോൾ ഏതാണോ നമുക്ക് തന്നത് അത് നമ്മൾ ആദ്യം രേഖപ്പെടുത്തും. ചിലപ്പോൾ രണ്ട് തന്നിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒന്ന് ആദ്യം എഴുതണം. ഒന്നുകിൽ ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ ബാലൻസ് ആസ് പെർ പാസ്ബുക്ക്. അപ്പോൾ ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്കാണ് എഴുതുന്നതെങ്കിൽ നമുക്ക് ഡിഫറൻസസിനുള്ള കാരണങ്ങൾ തന്നിട്ടുണ്ടാവും. ആ കാരണങ്ങളിൽ ചില കാരണങ്ങൾ നമ്മൾ ഇതിനോട് ആഡ് ചെയ്യേണ്ടി വരും, ചില കാരണങ്ങൾ ഇതിൻ്റെ അകത്ത് നിന്ന് ലെസ് ചെയ്യേണ്ടി വരും. അങ്ങനെ ചില ഐറ്റംസ് ആഡ് ചെയ്യുക, ചില ഐറ്റംസ് ലെസ് ചെയ്യുക. ബാക്കി നമുക്ക് വരുന്നത് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് ആയിരിക്കും. അപ്പോൾ ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് വെച്ചാണ് തുടങ്ങുന്നതെങ്കിൽ അവസാനിക്കുന്നത് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് ആയിരിക്കും. ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് വെച്ചാണ് തുടങ്ങുന്നതെങ്കിൽ അവസാനിക്കുന്നത് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ആയിരിക്കും. ഇനി ഏതൊക്കെ ഐറ്റമാണ് ആഡ് ചെയ്യേണ്ടി വരിക, ഏതൊക്കെ ഐറ്റമാണ് ഡിഡക്റ്റ് ചെയ്യേണ്ടി വരിക എന്ന് നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിളിലൂടെ നമുക്കത് ക്ലിയർ ചെയ്യാം. Example 1. From the following particulars of Mr. Vinod, prepare bank reconciliation statement as on March 31, 2017. Bank balance as per cash book 50,000. Checks issued but not presented for payment rupees 6,000. The bank had directly collected dividend of rupees 8,000 and credited to bank account but was not entered in the cash book. Bank charges of rupees 400 were not entered in the cash book. A check for rupees 6,000 was deposited but not collected by the bank. ഇത്രയും കാരണങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇത് പ്രകാരം നമുക്കൊരു ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കണം. അപ്പോൾ ആദ്യം ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഫോർമാറ്റ് തയ്യാറാക്കുക. അതിനുശേഷം നമ്മൾ പറഞ്ഞത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒന്നുകിൽ ക്യാഷ് ബുക്ക് പ്രകാരമുള്ള ബാങ്ക് ബാലൻസ് അല്ലെങ്കിൽ പാസ്ബുക്ക് പ്രകാരമുള്ള ബാങ്ക് ബാലൻസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നത് ക്യാഷ് ബുക്ക് പ്രകാരമുള്ള ബാങ്ക് ബാലൻസ് ആണ്. അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ എഴുതുക ബാങ്ക് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് 50,000 പ്ലസ് കോളത്തിലാണ് എഴുതേണ്ടത് 50,000. നെക്സ്റ്റ് നമ്മളോട് പറയുന്നത് ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ് rupees 6,000. ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആർക്കോ പൈസ കൊടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ പൈസ കൊടുക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്തു, ചെക്ക് കൊടുത്തു. അപ്പോൾ ചെക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ പാർട്ടി നമ്മുടെ ബാങ്കിൽ പോയി പൈസ പിൻവലിക്കണം. ചെക്കുമായിട്ട് ബാങ്കിൽ പോയിട്ട് പൈസ പിൻവലിക്കുക, എങ്കിൽ അദ്ദേഹത്തിന് പൈസ കിട്ടും. അപ്പോൾ നമ്മൾ ചെക്ക് കൊടുത്തു. ആ ചെക്ക് കൊടുത്ത ആർക്കാണോ ചെക്ക് കൊടുത്തിരിക്കുന്നത് ആ വ്യക്തി ഇതുവരെ ബാങ്കിൽ പോയിട്ട് പൈസ പിൻവലിച്ചിട്ടില്ല. 6,000 റുപ്പീസാൻ്റെ ചെക്കാണ് കൊടുത്തത്. അപ്പോൾ നമ്മൾ ചെക്ക് കൊടുക്കുമ്പോൾ ഉടനെ തന്നെ നമ്മൾ ക്യാഷ് ബുക്കിൽ എൻട്രി വരുത്തും. കാരണം ചെക്ക് കൊടുത്തു എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ ആ വിവരം ബാങ്കിനറിയില്ല. ബാങ്കിനറിയുന്നത് ആ പാർട്ടി എന്നാണോ ആ ചെക്കുമായിട്ട് നമ്മുടെ ബാങ്കിൽ പോയിട്ട് പൈസ പിൻവലിക്കുന്നത് ആ സമയത്ത് മാത്രമേ ബാങ്കിനറിയൂ. അതുകൊണ്ട് തന്നെ പാസ്ബുക്കിൽ അതിൻ്റെ എൻട്രി വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ക്യാഷ് ബുക്കിൽ എൻട്രി വന്നിട്ടുണ്ടാവും, പാസ്ബുക്കിൽ എൻട്രി വന്നിട്ടുണ്ടാവില്ല. ഇനി ഈ ഐറ്റം ആഡ് ചെയ്യണോ ഡിഡക്റ്റ് ചെയ്യണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് 6,000 റുപ്പീസിൻ്റെ കൂടുതലായിട്ടുള്ള ഏതെങ്കിലും ഒരു എമൗണ്ട്
ക്യാഷ് ബുക്കിലും പാസ്ബുക്കിലും ആദ്യം എടുക്കുക. അത് എത്ര വേണമെങ്കിൽ എടുക്കാം, 6000 കൂടുതലായാൽ നല്ലത് എന്ന് മാത്രം. അപ്പോൾ ക്യാഷ് ബുക്കിലും പാസ്ബുക്കിലും നമ്മുടെ 10,000 റുപ്പി ഈക്വൽ ആയിട്ട് എമൗണ്ട് ഉണ്ട് എന്ന് വിചാരിക്കാം. ഇനി ചെക്ക് ഇഷ്യൂ ചെയ്തു, 6000 രൂപയുടെ ചെക്ക് നമ്മൾ കൊടുത്തു എന്ന് പറയുമ്പോൾ നമ്മൾ ക്യാഷ് ബുക്കിൽ എൻട്രി വരുത്തും. കാരണം നമ്മളാണ് ചെക്ക് കൊടുക്കുന്നത്, ആ വിവരം നമുക്കറിയാം. അപ്പം നമ്മൾ ക്യാഷ് ബുക്കിൽ എൻട്രി വരുത്തുമ്പോൾ നമ്മുടെ ക്യാഷ് ബുക്ക് ബാലൻസ് കൂടുവോ കുറയോ? നമ്മൾ ചെക്ക് കൊടുത്തതാണ്. അപ്പോൾ ചെക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ ബാങ്ക് ബാലൻസ് കൂടുവോ കുറയോ? തീർച്ചയായിട്ടും കുറയും അല്ലേ? അത്രയും ബാലൻസ് നമ്മൾ കുറയല്ലേ? 10,000 റുപ്പീസ് നമുക്ക് ബാങ്കിൽ ഉണ്ടായിരുന്നു, അതിൽ 6000 രൂപയുടെ ചെക്ക് നമ്മൾ കൊടുത്തു. ഇനി നമ്മുടെ ക്യാഷ് ബുക്ക് ബാലൻസ് എത്രയായിരിക്കും? 4,000 മാത്രമായിരിക്കും. ഇത് പാസ്ബുക്കിൽ എൻട്രി വന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ പാസ്ബുക്കിലെ ബാലൻസ് 10,000 തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ ചെക്ക് കൊടുത്തു എന്ന് പറയുമ്പോൾ ഉടനെ നമ്മൾ ക്യാഷ് ബുക്കിൽ എൻട്രി വരുത്തും. നമ്മുടെ ബാങ്ക് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് 6000 ലെസ് ചെയ്ത് 4000 ആയിട്ട് മാറും. പക്ഷെ പാസ്ബുക്കിൽ എൻട്രി വരില്ല. കാരണം പാസ്ബുക്കിൽ എൻട്രി വരണമെങ്കിൽ അദ്ദേഹം ബാങ്കിൽ പോയിട്ട് പൈസ പിൻവലിക്കണം. അദ്ദേഹം ഇതുവരെ ബാങ്ക് പോയിട്ടില്ല. അപ്പോൾ പാസ്ബുക്ക് പ്രകാരമുള്ള ബാങ്ക് ബാലൻസ് ഇപ്പോഴും 10,000 തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് തുടങ്ങിയത് ക്യാഷ് ബുക്ക് പ്രകാരമുള്ള ബാങ്ക് ബാലൻസ് ആണ്. നമുക്ക് അവസാനം എത്തിച്ചേരേണ്ടത് പാസ്ബുക്ക് പ്രകാരമുള്ള ബാങ്ക് ബാലൻസ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ക്യാഷ് ബുക്കിലെ ബാലൻസ് 4000 കാണുന്നുണ്ട്, പാസ്ബുക്കിൽ ഇപ്പോൾ 10,000 തന്നെയാണ്. അപ്പം 4000 നിന്ന് 10,000 എത്തണമെങ്കിൽ നമ്മൾ ഈ ഐറ്റം ആഡ് ചെയ്യണോ ലെസ് ചെയ്യണോ? 4000 എമൗണ്ട് ആഡ് ചെയ്താലാണോ 10,000 കിട്ടുക, അല്ലെ ലെസ് ചെയ്താലാണോ? യെസ്, തീർച്ചയായിട്ടും 4000 6000 രൂപ ആഡ് ചെയ്താലാണ് 10,000 റുപ്പീസിലേക്ക് എത്താൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു ഐറ്റം ആഡ് ചെയ്യണം എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ എഴുതുക ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ്. പ്ലസ് ചെയ്യേണ്ട കോളത്തിൽ എഴുതുക 6,000. ഇനി രണ്ടാമത്തെ ഐറ്റം നോക്കാം. ദി ബാങ്ക് ഹാഡ് ഡയറക്ട്ലി കളക്റ്റഡ് ഡിവിഡൻഡ് ഓഫ് ₹8,000 ആൻഡ് ക്രെഡിറ്റഡ് ടു ബാങ്ക് അക്കൗണ്ട് ബട്ട് നോട്ട് എൻറ്റേർഡ് ഇൻ ദി ക്യാഷ് ബുക്ക്. ബാങ്ക് നമുക്ക് കിട്ടേണ്ട ലാഭവിഹിതമായ 8000 രൂപ കളക്ട് ചെയ്തു, എന്നിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്തു, ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ബാലൻസ് കൂടിയിട്ടുണ്ടാവും, പക്ഷെ അത് നമ്മൾ ക്യാഷ് ബുക്കിൽ എഴുതിയിട്ടില്ല, കാരണം നമുക്കതിൻ്റെ വിവരമില്ലായിരുന്നു. ഇത് നമുക്ക് ആഡ് ചെയ്യണോ ലെസ് ചെയ്യണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നേരത്തെ ചെയ്തതുപോലെ ക്യാഷ് ബുക്ക് പാസ്ബുക്ക് 8,000 ആണ് എമൗണ്ട്. അപ്പോൾ അതിനേക്കാൾ കൂടിയ ഒരു എമൗണ്ട് ക്യാഷ് ബുക്കിലും പാസ്ബുക്കിലും ഈക്വൽ ആയിട്ട് ആദ്യം എടുക്കുക. 10,000 റുപ്പീസ് വീതം എടുത്തു. ഇനി ബാങ്ക് ഡിവിഡൻഡ് കളക്ട് ചെയ്തു 8,000 റുപ്പി. അപ്പോൾ ബാങ്ക് ഡിവിഡൻഡ് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വിവരം നമ്മൾ അറിയുന്നില്ല, ബിസിനസ് അറിയുന്നില്ല. അതുകൊണ്ട് തന്നെ ബിസിനസ്സിൻ്റെ ക്യാഷ് ബുക്കിൽ ആ എൻട്രി വരില്ല. പക്ഷേ ബാങ്ക് അറിയാം, കാരണം ബാങ്കാണ് ആ പൈസ കളക്ട് ചെയ്യുന്നത്, ബാങ്കാണ് നമ്മുടെ അക്കൗണ്ടിൽ കൊണ്ടുപോയിട്ട് അത്രയും പൈസ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഉടനെ തന്നെ പാസ്ബുക്കിൽ അതിൻ്റെ എൻട്രി വരും. അപ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ അപ്പോൾ നമുക്ക് കിട്ടേണ്ട പൈസ ബാങ്ക് കളക്ട് ചെയ്ത് നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മുടെ പാസ്ബുക്ക് ബാലൻസ് കൂടുകയോ കുറയോ? ക്രെഡിറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ പാസ്ബുക്ക് പ്രകാരമുള്ള ബാങ്ക് ബാലൻസ് കൂടും. അപ്പോൾ 8,000 റുപ്പീസ് ബാലൻസ് പാസ്ബുക്കിൽ കൂടിയിട്ടുണ്ടാവും. അപ്പോൾ പാസ്ബുക്കിലെ പുതിയ ബാലൻസ് എന്ന് പറയുന്നത് 18,000 റുപ്പീസ് ആയിരിക്കും. ക്യാഷ് ബുക്കിൽ കാണുന്നത് 10,000 തന്നെ, പക്ഷെ പാസ്ബുക്കിൽ കാണുന്നത് 18,000 ആയിരിക്കും. അപ്പം നമുക്ക് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തുടങ്ങിയത് ക്യാഷ് ബുക്ക് ബാലൻസ് ആണ്, അവസാനിക്കേണ്ടത് പാസ്ബുക്ക് ബാലൻസ് ആണ്. അതുകൊണ്ട് ക്യാഷ് ബുക്കിൽ നിന്ന് പാസ്ബുക്കിലേക്ക് എത്തണം. ക്യാഷ് ബുക്കിൽ 10,000 ആണ്, പാസ്ബുക്കിൽ 18,000 ആണ്. അപ്പോൾ ക്യാഷ് ബുക്കിൽ നിന്ന് പാസ്ബുക്കിലേക്ക് എത്തണമെങ്കിൽ 10,000 8,000 ആഡ് ചെയ്താൽ മാത്രമാണ് നമുക്ക് 18,000 എത്താൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ 8,000 റുപ്പി ആഡ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ മൂന്നാമത്തെ ഐറ്റമായിട്ട് എഴുതുക ഡിവിഡൻസ് കളക്റ്റഡ് ബൈ ദി ബാങ്ക്. ആഡ് ചെയ്യേണ്ട കോളത്തിൽ 8,000. അത് ഷോർട്ടായിട്ട് എഴുതുന്നതാണ്, ഡിവിഡൻസ് കളക്റ്റഡ് ബൈ ദി ബാങ്ക്. എന്താണോ ആ ഒരു ഐറ്റം ഷോർട്ടായിട്ട് അവിടെ രേഖപ്പെടുത്തിയാൽ മതി. നെക്സ്റ്റ്, ബാങ്ക് ചാർജസ് ഓഫ് ₹400 were not entered in the cash book. അപ്പോൾ ബാങ്ക് ചാർജസ് ആയിട്ട് 400 രൂപ നമ്മുടെ അക്കൗണ്ടിൽ എൻ്റർ ചെയ്തിട്ടുണ്ട് ബാങ്ക്, പക്ഷെ അത് ക്യാഷ് ബുക്കിൽ എൻ്റർ ചെയ്തിട്ടില്ല. ഇപ്പോൾ ബാങ്ക് എത്രയാണോ ബാങ്ക് ചാർജസ് ആയിട്ട് വരുന്നത്, ആ ബാങ്ക് ചാർജസ് കാൽക്കുലേറ്റ് ചെയ്ത് നമ്മുടെ പാസ്ബുക്കിൽ എൻട്രി വരുത്തി, പക്ഷെ ആ വിവരം നമ്മളെ ക്യാഷ് ബുക്കിൽ വന്നിട്ടില്ല. അപ്പോൾ ക്യാഷ് ബുക്കിൽ വന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട് നമ്മളത് ആഡ് ചെയ്യണോ ലെസ് ചെയ്യണോ തീരുമാനിക്കണം. അതിന് വേണ്ടിയിട്ട് നേരത്തെ ചെയ്തതുപോലെ ക്യാഷ് ബുക്കിലും പാസ്ബുക്കിലും ഈക്വൽ ആയിട്ട് ഒരു എമൗണ്ട് എടുക്കുക. സപ്പോസ് 10,000 റുപ്പി ക്യാഷ് ബുക്കിലും 10,000 റുപ്പി പാസ്ബുക്കിലും എടുത്തു. ഇനി ബാങ്ക് ചാർജസ് ബാങ്ക്
എൻട്രി ചെയ്തു എന്ന് പറയുമ്പോൾ പാസ്ബുക്കിൽ അതിൻ്റെ എൻട്രി വന്നിട്ടുണ്ടാവും, പക്ഷേ ക്യാഷ് ബുക്കിൽ എൻട്രി വന്നിട്ടില്ല. ഇറ്റ് വെർ നോട്ട് റെക്കോർഡഡ് ഇൻ ദി ക്യാഷ് ബുക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ ക്യാഷ് ബുക്കിൽ എൻട്രി വന്നിട്ടില്ല. ക്യാഷ് ബുക്കിൽ 10,000 റുപ്പീസ് തന്നെയായിരിക്കും ബാലൻസ് ആയിട്ടുണ്ടാവുക. പക്ഷേ പാസ്ബുക്കിൽ ബാങ്ക് ചാർജസ് 400 രൂപ എഴുതി എന്ന് പറയുമ്പോൾ നമ്മുടെ ബാങ്ക് ബാലൻസ് കൂടുകയോ കുറയോ? ബാങ്ക് ചാർജസ് ആണ്, നമ്മൾ എടുക്കുന്ന ഈടാക്കുന്ന പൈസയാണ്. അതുകൊണ്ട് തന്നെ ബാങ്ക് ബാലൻസ് കുറയാണ് ചെയ്യുക. അപ്പോൾ ബാങ്ക് ബാലൻസ് പാസ്ബുക്ക് പ്രകാരം 9,600 ആയിട്ട് മാറും. അപ്പോൾ ക്യാഷ് ബുക്ക് പ്രകാരം 10,000ഉം പാസ്ബുക്ക് പ്രകാരം 9,600. ഇനി ക്യാഷ് ബുക്കിൽ നിന്ന് പാസ്ബുക്കിലേക്ക് എത്തണം. ക്യാഷ് ബുക്ക് 10,000 ആണ്, പാസ്ബുക്ക് 9,600 ആണ്. അപ്പോൾ 10,000 9,600ലേക്ക് എത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? 400 രൂപ ആഡ് ചെയ്യണോ ലെസ് ചെയ്യണോ? 10,000ൽ നിന്നും 400 രൂപ ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെ എത്താം? പാസ്ബുക്ക് ബാലൻസ് ആയ 9,600ലേക്ക് എത്തിച്ചേരാം. അപ്പോൾ ഈ ഐറ്റം ലെസ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നാലാമത്തെ ഐറ്റമായിട്ട് എഴുതുക ബാങ്ക് ചാർജസ് ഡെബിറ്റഡ് ബൈ ദി ബാങ്ക്. മൈനസ് ചെയ്യേണ്ട കോളത്തിൽ എഴുതുക 400 രൂപ. നെക്സ്റ്റ്, എ ചെക്ക് ഫോർ ₹6,000 വാസ് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് കളക്റ്റഡ് ബൈ ദി ബാങ്ക്. 6,000 രൂപയുടെ ചെക്ക് നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്തു. നമുക്ക് കിട്ടിയ ചെക്കാണ്, നമുക്ക് ആരോ തന്ന ചെക്കാണ്. ആ തന്ന ചെക്ക് നമ്മുടെ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്തു. പക്ഷേ ആ ചെക്കിൻ്റെ പൈസ ബാങ്കിന് ഇതുവരെ കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. അത് വേറെ ഏതോ ബാങ്കിൻ്റെ ചെക്കാണ്. അപ്പം നമ്മുടെ ബാങ്ക് ആ ബാങ്കിലൂടെ പൈസ കളക്ട് ചെയ്യണം. അങ്ങനെ പൈസ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ബാങ്ക് അത് പാസ്ബുക്കിൽ എൻട്രി വരുത്തും. അപ്പം നമ്മൾ ചെക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ക്യാഷ് ബുക്കിൽ എൻട്രി വരുത്തും. പക്ഷേ പാസ്ബുക്കിൽ അതിൻ്റെ എൻട്രി വരുത്തില്ല. പാസ്ബുക്കിൽ അതിൻ്റെ എൻട്രി വരുത്തണമെങ്കിൽ അതിൻ്റെ പൈസ ബാങ്കിന് കിട്ടണം. അപ്പോൾ നമ്മൾ ക്യാഷ് ബുക്കിലും പാസ്ബുക്കിലും ഈക്വലായിട്ട് എമൗണ്ട് എടുക്കുന്നു, 10,000. 6,000 രൂപയുടെ ചെക്ക് കിട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ ക്യാഷ് ബുക്കിൽ എൻട്രി വരുത്തും. അപ്പോൾ ക്യാഷ് ബുക്കിലെ ബാലൻസ് കൂടുകയോ കുറയോ? നമുക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ, ചെക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ ബാലൻസ് കൂടണം. അപ്പോൾ 6,000 റുപ്പി ക്യാഷ് ബുക്ക് ബാലൻസ് കൂടി ക്യാഷ് ബുക്ക് പ്രകാരമുള്ള ബാങ്ക് ബാലൻസ് 16,000 ആയിട്ട് മാറും. പക്ഷേ പാസ്ബുക്കിൽ അതിൻ്റെ എൻട്രി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ പാസ്ബുക്ക് ബാലൻസ് 10,000 റുപ്പി തന്നെയായിരിക്കും. ഇനി നമ്മൾ നോക്കേണ്ടത് ക്യാഷ് ബുക്കിൽ നിന്ന് പാസ്ബുക്കിലേക്ക് എത്തണം. ക്യാഷ് ബുക്ക് 16,000 ആണ്, പാസ്ബുക്ക് 10,000 ആണ്. അപ്പോൾ 16,000 10,000ലേക്ക് എത്താൻ വേണ്ടിയിട്ട് 6,000 റുപ്പി ആഡ് ചെയ്യണോ ലെസ് ചെയ്യണോ? യെസ്, ലെസ് ചെയ്യണം. ഇവിടെ ലെസ് ചെയ്യേണ്ട കോളത്തിലാണ് എഴുതേണ്ടത്. അഞ്ചാമത്തത് ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് ക്രെഡിറ്റഡ് ബൈ ദി ബാങ്ക്. ഡിഡക്റ്റ് ചെയ്യേണ്ട കോളത്തിൽ 6,000. ഇനി ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്ന ഡിഫറൻസസ്. ഇനി നമ്മൾ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നത് പോലെ ഈ രണ്ട് കോളവും നമ്മൾ ബാലൻസ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ കോളം ടോട്ടൽ ചെയ്യുമ്പോൾ 64,000 കിട്ടും. രണ്ടാമത്തെ കോളം ടോട്ടൽ ചെയ്യുമ്പോൾ 6,400 മാത്രമേ കിട്ടൂ. അപ്പോൾ കൂടുതലായിട്ട് കിട്ടുന്നത് ആദ്യത്തെ കോളം ടോട്ടൽ ചെയ്യുമ്പോഴാണ് 64,000. അത് തന്നെ രണ്ടാമത്തെ കോളത്തിലും രേഖപ്പെടുത്തുക. എന്നിട്ട് ഡിഫറൻസ് വരുന്നത് എത്രയാണെന്ന് നോക്കുക. 64,000 മൈനസ് 6,400 ഡിഫറൻസ് ആയിട്ട് വരുന്നത് 57,600. അതിന് നേർക്ക് എഴുതുക ബാങ്ക് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക്. ഇപ്പോൾ ക്യാഷ് ബുക്ക് പ്രകാരമുള്ള ബാങ്ക് ബാലൻസ് 50,000 ആണ്. അതേ സമയത്ത് പാസ്ബുക്കിൽ കാണുന്ന ബാങ്ക് ബാലൻസ് 57,600 ആണ്. ആ 57,600 വരാനുള്ള കാരണങ്ങളാണ് നമ്മൾ അതിൻ്റെ ഇടയിൽ കാണിച്ചത്. ചെക്ക് കൊടുത്തു, പക്ഷേ ആ ചെക്ക് ഇതുവരെ ബാങ്കിൽ പോയിട്ട് പൈസ പിൻവലിച്ചിട്ടില്ല. ബാങ്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് വേണ്ടിയിട്ട് ഡിവിഡൻഡ് കളക്ട് ചെയ്തു, പക്ഷേ ആ വിവരം നമ്മൾ ക്യാഷ് ബുക്കിൽ എഴുതിയിട്ടില്ല. ബാങ്ക് ചാർജസ് ഡെബിറ്റഡ് ബൈ ദി ബാങ്ക്. ബാങ്ക് ചാർജസ് ആയിട്ട് പാസ്ബുക്കിൽ എൻട്രി വന്നു, പക്ഷേ ക്യാഷ് ബുക്കിൽ എൻട്രി വന്നിട്ടില്ല. ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് ക്രെഡിറ്റഡ് ബൈ ദി ബാങ്ക്. ചെക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തു ബാങ്കിൽ, നമുക്ക് കിട്ടിയ ചെക്കാണ്, പക്ഷേ ആ ചെക്കിൻ്റെ പൈസ ബാങ്കിന് ഇതുവരെ കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പോൾ ക്യാഷ് ബുക്കിൽ എൻട്രി വന്നു, പാസ്ബുക്കിൽ എൻട്രി വന്നിട്ടില്ല. ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ് ക്യാഷ് ബുക്ക് ബാലൻസ് 50,000 പാസ്ബുക്ക് പ്രകാരമുള്ള ബാങ്ക് ബാലൻസ് 57,600 ആയി കാണുന്നത്. ഇതാണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി ഒന്നുകൂടി നമുക്ക് ഇവിടെ നോക്കാം. ഫ്രം ദി ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് ഓഫ് അനിൽ ആൻഡ് കമ്പനി പ്രിപ്പയർ എ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ആസ് ഓൺ 31st August 2017. ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് 54,000. ₹100 bank incidental charges debited to Anil and Company account which is not recorded in the cash book. Check for ₹5,400 is deposited in the bank
but not yet collected by the bank. A check for rupees 20,000 is issued by Anil and Company, not presented for payment. ഇപ്പോൾ ആദ്യം നമ്മളൊരു ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഫോർമാറ്റ് വരിക, നമ്പർ, പർട്ടിക്കുലേഴ്സ്, ആഡ് ചെയ്യേണ്ട കോളം, ഡിഡക്റ്റ് ചെയ്യേണ്ട കോളം. ഇപ്പോൾ ഹെഡിങ് കൊടുക്കുക ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ആസ് ഓൺ 31 August 2017. ആദ്യം നമുക്ക് തന്നിരിക്കുന്ന വിവരം എന്ന് പറയുന്നത് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്കാണ്. അത് ആദ്യം രേഖപ്പെടുത്തുക. ബാങ്ക് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്, ആഡ് ചെയ്യേണ്ട കോളത്തിൽ 54,000. രണ്ടാമത് തന്നിരിക്കുന്ന ഐറ്റം എന്ന് പറയുന്നത് ₹100 ബാങ്ക് ഇൻസിഡൻ്റൽ ചാർജസ് ഡെബിറ്റഡ് ടു അനിൽ ആൻഡ് കമ്പനി അക്കൗണ്ട് വിച്ച് ഈസ് നോട്ട് റെക്കോർഡ് ഇൻ ദി ക്യാഷ് ബുക്ക്. ഇൻസിഡൻ്റൽ ചാർജസ് ആയിട്ട്, ബാങ്ക് ചാർജസ് ആയിട്ട് ബാങ്ക് ഡെബിറ്റ് ചെയ്തിട്ടുണ്ട് 100 രൂപ. ബാങ്ക് ഡെബിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ അക്കൗണ്ട് കൂടുകയോ കുറയോ? ബാങ്ക് ഡെബിറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മുടെ അക്കൗണ്ട് ബാലൻസ് കുറയും. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് ബാലൻസ് അത്രയും കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ ഒരു ഐറ്റം നമ്മൾ ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ക്യാഷ് ബുക്കിലും പാസ്ബുക്കിലും ഈക്വൽ ആയിട്ട് ഒരു എമൗണ്ട് എടുക്കും. എത്രയെങ്കിലും എടുത്താൽ മതി. 100 രൂപയിൽ കൂടുതലുള്ള എന്തെങ്കിലും ഒരു എമൗണ്ട്. നമുക്കിവിടെ ഒരു 5,000 എടുക്കുന്നു. ക്യാഷ് ബുക്കിലും 5,000, പാസ്ബുക്കിലും 5,000. അപ്പോൾ 100 രൂപ ബാങ്ക് ഇൻസിഡൻ്റൽ ചാർജസ് ആയിട്ട് പാസ്ബുക്കിൽ എൻട്രി വന്നു, ക്യാഷ് ബുക്കിൽ വന്നിട്ടില്ല. അപ്പോൾ ക്യാഷ് ബുക്കിൽ എൻട്രി വരില്ല. ക്യാഷ് ബുക്കിലെ ബാലൻസ് 5,000 തന്നെ ആയിരിക്കും. പാസ്ബുക്കിൽ ആ എൻട്രി വന്നു. അപ്പോൾ പാസ്ബുക്കിൽ 100 രൂപ എൻട്രി വന്നു എന്ന് പറയുമ്പോൾ പാസ്ബുക്ക് പ്രകാരമുള്ള ബാങ്ക് ബാലൻസ് കൂടുകയോ കുറയോ? ഡെബിറ്റ് ചെയ്തതാണ്, ബാങ്ക് ചാർജസ് ആണ്. അപ്പോൾ ബാങ്ക് ബാലൻസ് കുറയണം. അപ്പോൾ ബാങ്ക് ബാലൻസ് കുറയുമ്പോൾ പാസ്ബുക്ക് പ്രകാരമുള്ള ബാങ്ക് ബാലൻസ് 4,900 ആയിട്ട് മാറും. ഇനി ക്യാഷ് ബുക്കിൽ നിന്ന് പാസ്ബുക്കിലേക്ക് എത്തണം. നമുക്ക് എന്ത് ചെയ്യണം? ക്യാഷ് ബുക്കിൽ 5,000 ആണുള്ളത്, പാസ്ബുക്കിൽ 4,900 ആണ്. അപ്പോൾ 100 രൂപ ഡിഡക്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എഴുതാം രണ്ടാമത്തെ ഐറ്റം ഇൻസിഡൻ്റൽ ചാർജസ് ഡെബിറ്റഡ് ബൈ ബാങ്ക്. ഡിഡക്റ്റ് ചെയ്യേണ്ട കോളത്തിൽ എഴുതുക 100 രൂപ. നെക്സ്റ്റ്, ചെക്സ് ഫോർ ₹5,400 ഈസ് ഡെപ്പോസിറ്റഡ് ഇൻ ദി ബാങ്ക് ബട്ട് നോട്ട് യെറ്റ് കളക്റ്റഡ് ബൈ ദി ബാങ്ക്. 5,400 രൂപ നമുക്ക് കിട്ടിയ ചെക്ക് നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്തു. പക്ഷേ ആ ഡെപ്പോസിറ്റ് ചെയ്ത ചെക്കിൻ്റെ തുക നമ്മുടെ ബാങ്കിന് ഇതുവരെ കിട്ടിയിട്ടില്ല. അത് വേറെ ഏതോ ബാങ്കിൻ്റെ ചെക്കാണ്. അപ്പോൾ നമ്മുടെ ബാങ്ക് ആ ബാങ്കിലൂടെ പൈസ കളക്ട് ചെയ്യണം. അപ്പോൾ ആ ബാങ്കിൽ നിന്ന് നമുക്ക് ഇതുവരെ പൈസ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പാസ്ബുക്കിൽ എൻട്രി വരില്ല. പക്ഷേ ചെക്ക് കിട്ടിയ കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ക്യാഷ് ബുക്കിൽ എൻട്രി വരുത്തും. അപ്പോൾ ക്യാഷ് ബുക്കിൽ ചെക്ക് കിട്ടിയതായിട്ട് എൻട്രി വന്നിട്ടുണ്ടാവും, പക്ഷേ പാസ്ബുക്കിൽ എൻട്രി വരില്ല. കാരണം അതിൻ്റെ പൈസ ഇതുവരെ നമ്മുടെ ബാങ്കിന് കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പോൾ ക്യാഷ് ബുക്കിലും പാസ്ബുക്കിലും ഈക്വൽ ആയിട്ട് ഒരു എമൗണ്ട് എടുക്കുക. 5,400 രൂപയാണ്. അതുകൊണ്ട് തന്നെ അതിൽ വലിയ ഒരു എമൗണ്ട് എടുക്കുക. സപ്പോസ് 10,000 രൂപ രണ്ടിലും ഈക്വൽ ആയിട്ട് എടുക്കുന്നു. ഇനി 5,400 രൂപയുടെ ചെക്ക് കിട്ടി എന്ന് പറയുമ്പോൾ ക്യാഷ് ബുക്കിൽ എന്ത് ചെയ്യണം? ബാലൻസ് ആഡ് ചെയ്യോ ഡിഡക്റ്റ് ചെയ്യണോ? നമുക്ക് കിട്ടുന്നത് ചെക്ക് കിട്ടിയതാണ്. ഇപ്പോൾ ചെക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ ആഡ് ചെയ്യണം 5,400. ക്യാഷ് ബുക്ക് ബാലൻസ് 15,400 ആയിട്ട് മാറും. പാസ്ബുക്കിൽ ആ എൻട്രി വന്നിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് തന്നെ പാസ്ബുക്ക് ബാലൻസ് 10,000 തന്നെ ആയിരിക്കും. അപ്പോൾ ക്യാഷ് ബുക്ക് ബാലൻസ് ആയ 15,400 നിന്നും 10,000 ആയ പാസ്ബുക്ക് ബാലൻസിലേക്ക് എത്തണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 5,400 രൂപ ഡിഡക്റ്റ് ചെയ്യണം. 15,400 ലെസ് 5,400, 10,000 രൂപ പാസ്ബുക്ക് ബാലൻസ് ആയിട്ട് കിട്ടും. അപ്പോൾ ഈ എമൗണ്ട് നമ്മൾ ഡിഡക്റ്റ് ചെയ്യുന്ന കോളത്തിലാണ് എഴുതേണ്ടത്. ഇപ്പോൾ കാണിക്കുക തേർഡ്, ചെക്സ് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് യെറ്റ് കളക്റ്റഡ്. ഡിഡക്റ്റ് ചെയ്യേണ്ട കോളത്തിൽ 5,400. നെക്സ്റ്റ്, എ ചെക്ക് ഫോർ ₹20,000 ഈസ് ഇഷ്യൂഡ് ബൈ അനിൽ ആൻഡ് കമ്പനി, നോട്ട് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ്. അനിൽ ആൻഡ് കമ്പനി എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയാണ്, നമ്മുടെ ബിസിനസ്സാണ്. അപ്പം നമ്മുടെ ബിസിനസ് 20,000 രൂപക്കുള്ള ചെക്ക് നമ്മൾ ആർക്കോ കൊടുത്തു. പക്ഷെ അവരിതുവരെ ബാങ്ക് പോയിട്ട് പൈസ പിൻവലിച്ചിട്ടില്ല. അപ്പം നമ്മൾ ചെക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ഉടനെ തന്നെ നമ്മുടെ ക്യാഷ് ബുക്കിൽ എൻട്രി വരുത്തും. പക്ഷേ പാസ്ബുക്കിൽ എൻട്രി വരുത്തണമെങ്കിൽ അദ്ദേഹം ബാങ്കിൽ പോയിട്ട് പൈസ പിൻവലിക്കണം. അപ്പോൾ മാത്രമേ ബാങ്കിന് അറിയുന്നുള്ളൂ നമ്മളിങ്ങനെ ഒരു ചെക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ള വിവരം തന്നെ. ആ സമയത്ത് മാത്രമേ ബാങ്ക് എൻട്രി വരുത്തുകയുള്ളൂ. അപ്പോൾ നമുക്കിത് കണ്ടുപിടിക്കാൻ വേണ്ടി 20,000 രൂപയുടെ ചെക്കാണ്. അപ്പോൾ കുറച്ചുകൂടി കൂടുതൽ എമൗണ്ട് നമുക്ക് രണ്ടിലും എടുക്കാം, ക്യാഷ് ബുക്കിലും പാസ്ബുക്കിലും. ഇവിടെ നമ്മൾ ഒരു 30,000 രൂപ ക്യാഷ് ബുക്കിലും 30,000 രൂപ പാസ്ബുക്കിലും എടുക്കുന്നു. എന്നിട്ട് 20,000 രൂപയുടെ ചെക്ക് നമ്മൾ കൊടുക്കുമ്പോൾ ക്യാഷ് ബുക്കിൽ അതിൻ്റെ എൻട്രി വരും. അപ്പോൾ ക്യാഷ് ബുക്കിൽ ബാലൻസ് കൂടുകയോ കുറയോ? ചെക്ക് കൊടുക്കുമ്പോൾ ബാലൻസ് കുറയും.
അപ്പോൾ -20,000 ക്യാഷ് ബുക്ക് ബാലൻസ് 10,000 ആയിട്ട് മാറും. പാസ്ബുക്കിൽ ആ എൻട്രി വരുന്നില്ല, അതുകൊണ്ട് തന്നെ പാസ്ബുക്കിലെ ബാലൻസ് 30,000 തന്നെ ആയിരിക്കും. അപ്പോൾ ക്യാഷ് ബുക്ക് ബാലൻസ് 10,000ഉം പാസ്ബുക്ക് ബാലൻസ് 30,000ഉം ആയിട്ട് തുടരും. അപ്പം അങ്ങനെയാണെങ്കിൽ ക്യാഷ് ബുക്കിൽ നിന്ന് പാസ്ബുക്കിലേക്ക് എത്തണമെങ്കിൽ 10,000നോട് 20,000 റുപ്പി ആഡ് ചെയ്താൽ മാത്രമേ 30,000 ആയിട്ട് മാറൂ. അപ്പോൾ ഈ ഒരു ഐറ്റം ആഡ് ചെയ്യേണ്ട കോളത്തിലാണ് എഴുതേണ്ടത്. എഴുതുക ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ്. ആഡ് ചെയ്യേണ്ട കോളത്തിൽ 20,000. ഇതോടുകൂടി നമുക്ക് തന്നിരിക്കുന്ന ഐറ്റംസ് നമ്മൾ കംപ്ലീറ്റ് എഴുതി കഴിഞ്ഞു. ഇനി നമ്മൾ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നത് പോലെ അത് ബാലൻസ് ചെയ്യുക. ആഡ് ചെയ്യേണ്ട കോളം ടോട്ടൽ ചെയ്യുമ്പോൾ 74,000, ഡിഡക്റ്റ് ചെയ്യേണ്ട കോളം ടോട്ടൽ ചെയ്യുമ്പോൾ 5,500 ആണ് വരുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് എവിടെയാണോ അത് രണ്ട് സ്ഥലത്തും എഴുതുക. 74,000 ആണ് കിട്ടുന്നത്, അത് ആഡ് ചെയ്യേണ്ട കോളത്തിലും ഡിഡക്റ്റ് ചെയ്യേണ്ട കോളത്തിലും ടോട്ടലായിട്ട് കാണിക്കുക. ഡിഫറൻസസ് വരുന്നത് 74,000 മൈനസ് 5,500, 68,500. അപ്പോൾ 68,500 റുപ്പീസാണ് ഡിഫറൻസ് ആയിട്ട് വരുന്നത്. അതിന് നേരെ പർട്ടിക്കുലേഴ്സ് കോളത്തിൽ എഴുതുക ബാലൻസ് ആസ് പെർ പാസ്ബുക്ക്. ഇപ്പോൾ ക്യാഷ് ബുക്ക് പ്രകാരമുള്ള ബാങ്ക് ബാലൻസ് 54,000ഉം പാസ്ബുക്ക് പ്രകാരമുള്ള ബാങ്ക് ബാലൻസ് 68,500 രൂപയുമാണ് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് വരാനുള്ള കാരണങ്ങളാണ് അതിൻ്റെ അകത്ത് 2, 3, 4 സീരിയൽ നമ്പറായിട്ട് കാണിച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് ഒരു ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കേണ്ടത്. ഇനി കൂടുതൽ ഇല്ലുസ്ട്രേഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.